മക്കളെ, പാണ്ഡവരുടെ ദൂതനായി കൗരവസഭയിലെത്തിയ ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ആവശ്യങ്ങൾ സഭയിൽ അവതരിപ്പിച്ചു. സഭയിലുണ്ടായിരുന്ന എല്ലാവരും അതിനെ പിന്താങ്ങി. എങ്കിലും ദുര്യോധനൻ്റെ പിടിവാശി മൂലം ശ്രീകൃഷ്ണന് തൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ കഴിഞ്ഞില്ല. നീരസത്തോടെ സഭയിൽ നിന്നും ഇറങ്ങിയ അദ്ദേഹം കുന്തിയെ സന്ദർശിച്ച ശേഷം കർണനെ തൻ്റെ രഥത്തിൽ കയറ്റി കൊണ്ടുപോയി. കർണൻ യഥാർത്ഥത്തിൽ സൂതപുത്രനല്ലെന്നും ക്ഷത്രിയനാണെന്നും കൃഷ്ണൻ പറഞ്ഞു. അതിരഥൻ്റെ ഭാര്യയായ രാധയല്ല, കുന്തിദേവിയാണ് കർണനെ പ്രസവിച്ചതെന്നും അതിനാൽ യുദ്ധത്തിൽ പാണ്ഡവർ പക്ഷത്ത് ചേരണമെന്നും അറിയിച്ചു. പക്ഷേ കർണൻ ആ ക്ഷണം സ്വീകരിച്ചില്ല. യുദ്ധമുണ്ടായാൽ കൗരവർ വിജയിക്കയില്ലെന്ന് തനിക്കറിയാമെന്നും മരിച്ചാലും കൗരവരെ വിട്ട് പോരില്ലെന്നും കർണൻ കൃഷ്ണനെ അറിയിച്ചു. അതോടെ അവർ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. പിന്നീടൊരിക്കൽ കുന്തിദേവി തന്നെ കർണനെ സമീപിച്ചു. അയാൾ രാധേയനല്ല, കൗന്ദയനാണെന്ന് കുന്തി കർണനോട് പറഞ്ഞു. എന്നാൽ കർണൻ ഒരിക്കലും പാണ്ഡവപക്ഷത്ത് ചേരുകയില്ലെന്നും തൻ്റെ ജീവിതം ഇങ്ങനെ ആയതിൻ്റെ ഉത്തരവാദിത്വം കുന്തിക്കാണെന്ന് പറയുകയും എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞാലും ദുര്യോധനനെ ഉപേക്ഷിച്ച് പോവുകയില്ലെന്നും അയാൾ കുന്തിയോട് പറഞ്ഞു. പാണ്ഡവരിൽ അർജുനനെ മാത്രമേ യുദ്ധത്തിൽ വധിക്കുകയുള്ളൂവെന്നും ആര് മരിച്ചാലും കുന്തിക്ക് 5 മക്കൾ തന്നെ ഉണ്ടായിരിക്കുമെന്നും കർണൻ കുന്തിയെ അറിയിച്ചു. ആ ഒരു ഉറപ്പിന്മേൽ കുന്തി മടങ്ങിപ്പോരുകയും ചെയ്തു. അതിനു ശേഷം പാണ്ഡവർ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി. 7 അക്ഷൗഹിണി സൈന്യത്തിനും ദ്രുപദൻ, വിരാടൻ, ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, സാത്യകി, ചേകിതാനൻ, ഭീമസേനൻ എന്നിവരെ സൈന്യത്തലവന്മാരായി നിയമിക്കുകയും ദൃഷ്ടദ്യുമ്നനെ സർവ്വസൈന്യാധിപനാക്കുകയും ചെയ്തു. യുധിഷ്ഠിരൻ എല്ലാ ഒരുക്കങ്ങളോടെയും സൈന്യത്തെ കൂട്ടി യുദ്ധത്തിന് സന്നദ്ധരായി കുരുക്ഷേത്രത്തിൽ എത്തി. അവിടെ വിശാലമായ ഒരു സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടി സൈനിക താവളവും ആരംഭിച്ചു. ഇതേസമയം കൗരവരെയും യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ശകുനി, കർണൻ, ദുശാസനൻ എന്നിവരെ ശ്രീകൃഷ്ണൻ പോയതിന് ശേഷം ദുര്യോധനൻ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ശ്രീകൃഷ്ണൻ വന്ന കാര്യം സാധിക്കാതെയാണ് പോയിട്ടുള്ളത്. അയാൾ തീർച്ചയായും പാണ്ഡവരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും. കൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ ഒരുക്കങ്ങൾ നടത്തിയിട്ടും ഉണ്ടാകും. കൃഷ്ണൻ ഒരു സന്ധ്യസംഭാഷണത്തിന് മുതിർന്നെങ്കിലും പാണ്ഡവർ എന്നോട് യുദ്ധം ചെയ്യണമെന്ന് തന്നെയാണ് അയാൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഭീമനും അർജുനനും കൃഷ്ണനെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരാണ്. യുധിഷ്ഠിരനാണെങ്കിൽ ഭീമനെ അങ്ങേയറ്റം വിശ്വാസവുമാണ്. ദ്രുപദനോടും വിരാടനോടും എനിക്ക് പണ്ടേ വിരോധമുണ്ടെന്നറിയാമല്ലോ. അവരും ശ്രീകൃഷ്ണൻ്റെ വാക്കുകളെ അനുസരിക്കുന്നവരാണ്. അതുകൊണ്ട് യുദ്ധം രൂക്ഷമാകാനാണ് സാധ്യത. നാം വളരെ മുൻകരുതലോടെ ആയുധങ്ങൾ സംഭരിക്കണം. കുരുക്ഷേത്രം ശത്രുക്കൾ കൈയടക്കും മുമ്പേ നാം അവിടെ എത്തണം. ഏറ്റവും സൗകര്യപ്രദമായ പടകുടീരങ്ങൾ സ്ഥാപിച്ച് അവിടെ ആവശ്യത്തിന് വെള്ളവും വിറകും എത്തിക്കണം. ഇവയ്ക്കെല്ലാം പുറമേ ശത്രുക്കൾ കടന്നു വരാത്ത രഹസ്യപാതകൾ നിർമ്മിക്കുകയും വേണം. അവിടെയെല്ലാം നമ്മുടെ അന്തസ് വിളംബരം ചെയ്യുന്ന തരത്തിലുള്ള പതാകകളും ധ്വജങ്ങളും സ്ഥാപിക്കണം. ആയുധങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകരുത്. നാളെ പ്രഭാതത്തിൽ തന്നെ പട പുറപ്പെടുന്നുണ്ടെന്ന് ഇന്ന് തന്നെ വിളംബരം ചെയ്യണം. ദുശാസനനും ശകുനിയും കർണനും ദുര്യോധനൻ്റെ ആഹ്വാനമനുസരിച്ച് കുടീരങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടി കുരുക്ഷേത്രത്തിലേക്ക് പോയി. അടുത്ത പ്രഭാതത്തിൽ തന്നെ ദുര്യോധനൻ 11 അക്ഷൗഹിണി സൈന്യത്തെയും ആന, കുതിര, തേർ, കാലാൾ എന്ന ചതുരംഗപ്പടയായി നിരത്തി നിർത്തി. അവയെ ഓരോന്നിനെയും ഉത്തമം, മധ്യമം, അധമം എന്ന് 3ആയി വിഭജിച്ചു. ഓരോരോ സ്ഥലങ്ങളിൽ അവയെ അണിനിരത്തി. വേണ്ടത്ര ആയുധങ്ങളും ആഹാരസാധനങ്ങളും സ്വരൂപിച്ചു. ഓരോ രഥത്തിലും 4 കുതിരകളെ വീതം ബന്ധിച്ചു. എല്ലാ രഥത്തിലും 100 ശരങ്ങൾ വീതം കരുതി വെച്ചു. രഥം തെളിക്കുന്ന ഓരോ തേരാളിക്കും ഒപ്പം ഈ 2 ചക്രസംരക്ഷകരെയും നിയമിച്ചു. ആനകൾ ഓരോന്നിനും 7 പോരാളികൾ. ഇവരിൽ 2 പേർ സമർത്ഥന്മാരായ പാപ്പാന്മാർ, 2 പേർ വില്ലേന്തിയവർ, 2 പേർ വാളേന്തിയവർ, ഒരാൾ തൃശൂലം കൊണ്ട് യുദ്ധം ചെയ്യുന്നവൻ. ഇപ്രകാരമായിരുന്നു ദുര്യോധനൻ ആനപ്പടയെ സജ്ജീകരിച്ചത്. അതിനുശേഷം ബുദ്ധിമാന്മാരും യുദ്ധവീരന്മാരുമായവരെ തെരഞ്ഞെടുത്ത് സേനാനായകന്മാരാക്കി. കൃപർ, ദ്രോണർ, ശല്യർ, ജയദ്രഥൻ, സുദേഷണൻ, ഭൂരിശ്രവസ്, ശകുനി, ബാഹ്ലീകൻ, കൃതവർമാവ്, കർണൻ,
അശ്വത്ഥാമാവ് എന്നിങ്ങനെ 11 പേരായിരുന്നു സൈന്യത്തിൻ്റെ തലവന്മാർ. അവരെയും മറ്റു രാജാക്കന്മാരെയും എല്ലാം കൂട്ടിക്കൊണ്ട് ദുര്യോധനൻ ഭീഷ്മരെ സമീപിച്ചിട്ട് പറഞ്ഞു, പിതാമഹ, എത്ര വലിയ സൈന്യം ഉണ്ടെങ്കിലും അതിനൊരു സർവ്വസൈന്യാധിപനില്ലെങ്കിൽ സൈന്യം ലക്ഷ്യങ്ങളില്ലാതെ ചിഹ്നഭിന്നമായി പോകും. പണ്ടൊരിക്കൽ ക്ഷത്രിയരായ ഹേഹേവീരന്മാരോട് യുദ്ധം ചെയ്ത ബ്രാഹ്മണരെ വൈശ്യന്മാരുടെയും ശൂദ്രന്മാരുടെയും വലിയ സൈന്യം സഹായിക്കാൻ എത്തിയതായി കേട്ടിട്ടുണ്ട്. പക്ഷേ യുദ്ധഭൂമിയിൽ അവർക്കിടയിലുണ്ടായ വിദ്വേഷവും പിളർപ്പും കാരണം ക്ഷത്രിയരുടെ മുന്നിൽ പരാജയപ്പെടേണ്ടി വന്നു. പരാജയപ്പെട്ട ബ്രാഹ്മണർ ക്ഷത്രിയരുടെ വിജയരഹസ്യം അപ്പോൾ തന്നെ അന്വേഷിച്ചറിഞ്ഞു. ക്ഷത്രിയർ പറഞ്ഞു, യുദ്ധത്തിൽ ഞങ്ങൾ ബുദ്ധിമാനായ ഒരാളുടെ മാത്രം ആജ്ഞയനുസരിച്ച് യുദ്ധം ചെയ്തു. നിങ്ങളാകട്ടെ ഓരോരുത്തരും ഒറ്റതിരിഞ്ഞാണ് യുദ്ധം ചെയ്തത്. അതാണ് നിങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം. ഇത് മനസ്സിലാക്കി ബ്രാഹ്മണർ അവരിൽ ബുദ്ധിമാനായ ഒരാളുടെ വാക്കുകൾ അനുസരിച്ച് യുദ്ധം ചെയ്യുകയും ക്ഷത്രിയരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഒരു യുദ്ധം നടക്കുമ്പോൾ സമർത്ഥനും ഹിതമാഗ്രഹിക്കുന്നവനും നിഷ്കളങ്കനുമായ ഒരാളുടെ നേതൃത്വമുണ്ടെങ്കിലേ യുദ്ധം ജയിക്കാൻ കഴിയൂ. അതിനാൽ പിതാമഹ, അങ്ങ് തന്നെ ഞങ്ങളുടെ സർവ്വസൈന്യാധിപൻ ആകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭീഷ്മർ പറഞ്ഞു, സുയോധന, നിന്റെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. പാണ്ഡുപുത്രന്മാരും എനിക്ക് നിങ്ങളെപ്പോലെ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് ഹിതകരമായത് എന്താണെന്ന് കൂടി ഞാൻ നോക്കണം. നേരത്തെ ഞാൻ കൗരവർക്ക് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുത്തു കൊള്ളാമെന്ന് ശപഥം ചെയ്തിട്ടുള്ളതിനാൽ നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യുകയും വേണം. യുദ്ധത്തിൽ എനിക്കെതിരെ ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് പടയെടുത്തു വന്നാലും അവരെയെല്ലാം തോൽപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അവർ ഒന്നോടെ വന്നാലും അവരെ എല്ലാവരെയും എനിക്ക് വധിക്കുവാൻ കഴിയും. പക്ഷേ പാണ്ഡുപുത്രന്മാരെ വധിക്കാൻ എനിക്കാവില്ല. എന്നാലും അവരുടെ പക്ഷത്തെ 10,000 പോരാളികളെ ഞാൻ വധിക്കാം. ആ ഒരു വ്യവസ്ഥ അംഗീകരിച്ചാൽ സർവ്വസൈന്യാധിപനായി ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാം. ഒന്ന് ചെയ്യൂ, ഈ യുദ്ധത്തിൽ കർണൻ ആദ്യം പട നയിക്കട്ടെ. ആ സൂതപുത്രന് എന്നോട് അത്രയ്ക്ക് വിരോധമുണ്ട്. ഇത് കേട്ടപ്പോൾ കർണൻ പറഞ്ഞു, ദുര്യോധന, ഭീഷ്മർ തന്നെ പട നയിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമേ ഞാൻ ഇനി പാർത്ഥനുമായി യുദ്ധം ചെയ്യുകയുള്ളൂ. ഇത് കേട്ടതോടെ ദുര്യോധനൻ ഭീഷ്മരെ സർവ്വസൈന്യാധിപനായി അഭിഷേകം ചെയ്തു. വാദ്യമേളങ്ങളും ശംഖധ്വനികളും മുഴങ്ങി. ധാരാളം ദക്ഷിണ ലഭിച്ച ബ്രാഹ്മണർ മംഗളമന്ത്രങ്ങൾ ഉരുവിട്ടു. അഭിഷേകം മംഗളമായി നടന്നുവെങ്കിലും അവിടെ ചില ദുർനിമിത്തങ്ങളും സംഭവിച്ചു. അങ്ങനെ ഭീഷ്മരെ മുൻനിർത്തിക്കൊണ്ട് ദുര്യോധന എല്ലാ സൈന്യങ്ങളെയും കൂട്ടി കുരുക്ഷേത്രത്തിൽ എത്തി. ധാരാളം പുല്ലും വിറകും ലഭിക്കുന്ന സ്ഥലം നോക്കി സൈനിക താവളവും തീർത്തു. പാണ്ഡവരുടെ താവളത്തിൽ യുധിഷ്ഠിരൻ സഹോദരന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി. ഓരോ സൈന്യാധിപന്മാരെയും സർവ്വസൈന്യാധിപനായി ദൃഷ്ടദ്യുമ്നെയും അഭിഷേകം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും വളരെ ജാഗ്രതയോടെ ഇരിക്കണം. ഭീഷ്മ പിതാമഹനാണ് കൗരവരുടെ സർവ്വ സൈന്യാധിപൻ. നാം അദ്ദേഹത്തോടാണ് യുദ്ധം ചെയ്യേണ്ടത്. അതിനുശേഷം ദൃഷ്ടദ്യുമ്നൻ്റെ മേലുള്ള നിയന്ത്രണം അർജുനനെയും അർജുനൻ്റെ മേലുള്ള നിയന്ത്രണം ശ്രീകൃഷ്ണനെയും ഏൽപ്പിച്ചു. അതിഭീകരമായ ഒരു യുദ്ധമാണ് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ബലരാമൻ യാദവ പ്രമുഖന്മാരായ അക്രൂരൻ, സാമ്പൻ, ഗദൻ, പ്രദ്യുമ്നൻ, ഉദ്ധവർ, ചാരുഷണൻ തുടങ്ങിയവരെയും കൂട്ടിക്കൊണ്ട് പാണ്ഡവരെ കാണുവാൻ എത്തി. അതിഥികളെ കണ്ട് പാണ്ഡവരും ശ്രീകൃഷ്ണനും എഴുന്നേറ്റ് ചെന്ന് ആദരിച്ചു. എല്ലാവരും ഓരോരോ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന ശേഷം ബലരാമൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ക്രൂരമായ നരഹത്യയാണ്. പരിഹാരമില്ലാത്ത ഈശ്വര നിശ്ചയമാണത്. യുദ്ധം തീരുമ്പോഴേക്കും എൻ്റെ സ്നേഹിതന്മാരായ നിങ്ങളെല്ലാവരും ആരോഗ്യവാന്മാരായി ഇരിക്കുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാണ്ഡവരും കൗരവരും നമുക്ക് ഒരുപോലെ ബന്ധുക്കളാണ്, എല്ലാവരും മിത്രങ്ങളുമാണ്. പക്ഷേ അർജുനൻ്റെ കാര്യത്തിൽ കൃഷ്ണന് കൂടുതൽ താല്പര്യമുണ്ട്. കൃഷ്ണനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ബന്ധുക്കളെയെല്ലാം ഒരുപോലെ കാണണമെന്ന്. യുധിഷ്ഠിര, പാണ്ഡവർ തന്നെ യുദ്ധത്തിൽ ജയിക്കുമെന്ന് ഞാൻ കരുതുന്നു. കൃഷ്ണനും അതേ അഭിപ്രായമാണ്. ഇന്നോളം ഒരു കാര്യത്തിലും അവനെ ഞാൻ എതിർത്തിട്ടില്ല. അവനില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല. ഗദായുദ്ധത്തിൽ ഭീമനും ദുര്യോധനനും എൻ്റെ ഉത്തമ ശിഷ്യന്മാരാണ്. ഇരുവരോടും എനിക്ക് സമഭാവനമാണ് ഉള്ളത്. അതിനാൽ ഇപ്പോൾ ഞാൻ സരസ്വതി നദിക്കരയിലേക്ക് പോകുന്നു. അവിടെയുള്ള തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുകയാണ് എൻ്റെ ലക്ഷ്യം. ഇവിടെ നിന്നാൽ കുരുവംശത്തിലെ എൻ്റെ ബന്ധുമിത്രാദികൾക്ക് നാശം സംഭവിക്കുന്നത് ഉദാസീനമായി എനിക്ക് കണ്ടു നിൽക്കുവാനാവില്ല. ഇങ്ങനെ പറഞ്ഞ ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് ബലരാമൻ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ
വിദർഭദേശത്ത് നിന്നും ഭോജകടം എന്ന രാജ്യത്തിൻ്റെ രാജാവായ ഭീഷ്മകൻ്റെ മകൻ രുക്മി ഒരു അക്ഷൗഹിണി സൈന്യവുമായി യുധിഷ്ഠിരനെ കാണുവാൻ എത്തി. കൃഷ്ണൻ്റെ പ്രീതി സമ്പാദിക്കുകയായിരുന്നു രുക്മിയുടെ ലക്ഷ്യം. രുക്മിയുടെ സഹോദരിയായ രുക്മിണിയെ ശ്രീകൃഷ്ണൻ കടത്തിക്കൊണ്ടുവന്ന് വിവാഹം കഴിക്കുകയായിരുന്നു. അതിനാൽ രുക്മിക്ക് വലിയ പ്രതിഷേധം ഉണ്ടായി. പക്ഷേ ശ്രീകൃഷ്ണൻ അയാളെ നിലയ്ക്ക് നിർത്തി. ആ വഴിക്ക് ശ്രീകൃഷ്ണനുമായുള്ള വൈരം തീർക്കാൻ ഒരു മാർഗമാകട്ടെ എന്ന് കരുതിയാണ് രുക്മി തൻ്റെ രാജ്യത്തെ സൈന്യത്തെയും കൂട്ടി പാണ്ഡവരുടെ സഹായത്തിന് എത്തിച്ചേർന്നത്. യുധിഷ്ഠിരൻ നേരിട്ട് ചെന്ന് രുക്മിയെ സ്വീകരിച്ചു. രുക്മി അർജുനൻ്റെ അടുത്തെത്തി പറഞ്ഞു, അർജുന, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട. കൗരവരുടെ ഭാഗത്തു നിന്നും ഭീഷ്മരും ദ്രോണരും കൃപരും ഒന്നിച്ചു വന്നാലും അവരെയെല്ലാം ഒന്നോടെ തോൽപ്പിക്കുവാൻ എനിക്ക് കഴിയും. രുക്മിയുടെ വീരസ്യം കേട്ട് അർജുനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രുക്മി, ഞാൻ പാണ്ഡു മഹാരാജാവിൻ്റെ മകനാണ്. എന്നെ യുദ്ധത്തിൽ തുണയ്ക്കുന്നത് ശ്രീകൃഷ്ണനാണ്. ഗാന്ധീവം എൻ്റെ പക്കലാണുള്ളത്. പിന്നെ എന്തിന് ഞാൻ പേടിക്കണം? രുക്മി, കൗരവർ ഘോഷയാത്രയായി വനത്തിലെത്തിയപ്പോൾ അവരെ തടവിലാക്കിയ ഗന്ധർവന്മാരോട് യുദ്ധം ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 ലോകത്തുമുള്ള മഹാരഥന്മാരായ വീരന്മാരെ ഉപാസിച്ചിട്ടുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് യുദ്ധത്തെ ഞാൻ ഭയക്കുന്നുവെന്ന് പറയാൻ ഇന്ദ്രന് പോലും കഴിയില്ല. അതിനാൽ എനിക്കാരുടെയും സഹായം ആവശ്യമില്ല. പിന്നെ വീര, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുകയോ ചെയ്യാം. ഇത് കേട്ട് രുക്മി പാണ്ഡവരെ ഉപേക്ഷിച്ച് ദുര്യോധനൻ്റെ അടുത്തെത്തി. അവിടെയും വീമ്പ് പറച്ചിലിന് കുറവൊന്നും ഇല്ലായിരുന്നു. അതിൽ ഈർഷ തോന്നിയ ദുര്യോധനൻ രുക്മിയെ സ്വീകരിച്ചില്ല. എങ്ങും വേണ്ടാതായതോടെ കൗരവ പാണ്ഡവ യുദ്ധത്തിൽ നിന്ന് രുക്മിക്കും സൈന്യത്തിനും വിട്ടുനിൽക്കേണ്ടതായി വന്നു. ഇരുവിഭാഗവും സൈന്യത്തെ വ്യൂഹങ്ങൾ ചമച്ച് വിന്യസിക്കുന്നതിൽ വ്യാപൃതരായി. അപ്പോൾ ധൃതരാഷ്ട്രർ സഞ്ജയനെ വിളിച്ചിട്ട് ചോദിച്ചു, സഞ്ജയ, കൗരവരും പാണ്ഡവരും താവളങ്ങൾ തീർത്തു കഴിഞ്ഞല്ലോ. പിന്നീട് അവർ എന്തു ചെയ്തു? വിധിയെ മറികടക്കാൻ പൗരുഷം മാത്രം പോരല്ലോ. ദോഷങ്ങളെ കണ്ടറിയാൻ എൻ്റെ ബുദ്ധിക്ക് കഴിയുന്നുമുണ്ട്. എന്നാലും ദുര്യോധനനെ കാണുമ്പോൾ എൻ്റെ നാവും മനസ്സും നിശ്ചലമാകുന്നു. ഇനി സംഭവിക്കേണ്ടതെല്ലാം വഴിപോലെ സംഭവിക്കട്ടെ. അങ്ങനെ ആശ്വസിക്കാം. ധൃതരാഷ്ട്രരിൽ നിന്നും ഒരു ദീർഘനിശ്വാസം ഉയർന്നു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.